ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് സ്കിൻ സൈക്കിളിനെ പറ്റി ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചാലോ. വാട്ട് ഈസ് സ്കിൻ സൈക്ലിംഗ്? സ്കിൻ സൈക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കൊണ്ടുവരാൻ, ഡീ ടാൻ, ഇതെല്ലാം ഒരു നൈറ്റ് കെയർ റുട്ടീനാണ് സ്കിൻ സൈക്ലിംഗ് എന്ന് വരുന്നത്. അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാണ്ട് ഒരു നല്ല രീതിയിൽ സ്കിന്നിന്, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഈ ആഴ്ച റിസൾട്ട് കിട്ടും, അടുത്ത ആഴ്ച റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യരുത്. വിത്തിൻ ഫ്യൂ മന്ത്സാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും, പക്ഷേ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു 3 to 4 months വെയിറ്റ് ചെയ്താൽ നമുക്ക് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടെ കൂടിയ ഒരു ട്യൂബിലുള്ള നമുക്ക് സ്കിൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ സെറം, ഒരു കോൺസെൻട്രേറ്റഡ് ആയ ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത്. എവറി ഡേ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാണ്ട് ഈച്ച് ഡേ ഈച്ച് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അത് എന്താണ് സാധനം എന്ന് സ്കിന്നിന് അറിയാൻ കഴിയുന്നു. അങ്ങനെ സ്കിൻ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പം സ്കിന്നിന് നമ്മളൊരു ടൈം കൊടുക്കുന്നു, നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഈച്ച് 1 by 1 ഉപയോഗിക്കാനും പറ്റുന്നു. ഇനി സ്കിൻ സൈക്ലിങ്ങിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓവർ എക്സ്ഫോളിയേഷൻ റെഡ്യൂസസ് റെഡ്നെസ്, ബ്രേക്ക് ഔട്ട്സ്. സ്കിന്നിനൊരു ബാരിയറായിട്ട് അത് സ്കിന്നിന് ഒരു ബാരിയറാണ്. ഇനി നമുക്ക് സ്റ്റെപ്സിലോട്ട് കിടക്കാം. ഇത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എക്സ്ഫോളിയേഷൻ, അതിന് AHA BHA എക്സ്ഫോളിയേറ്റ്സ് യൂസ് ചെയ്യാം. ഫോർ ബിഗിനേഴ്സ് ചെറിയ കോൺസെൻട്രേഷൻ എന്നാണ് തുടങ്ങേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ചെയ്യാൻ വേണ്ടി കുറേ മുഖത്ത് വാരി പൊത്തരുത്. ജസ്റ്റ് ഒരു പീനട്ടായിട്ട് ജസ്റ്റ് ആൻ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യുക. ആദ്യം എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ക്ലെൻസ് ചെയ്യുക, എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യുക, ജസ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സെക്കൻഡ് ഡേ നൈറ്റ് റെറ്റനോൾ യൂസ് ചെയ്യുക. റെറ്റനോൾ സെറം നമ്മൾ ചെറിയ കോൺസെൻട്രേഷനാണ് ബിഗിനേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു ഇത്രേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റെറ്റനോൾ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഉറങ്ങുക. ദെൻ coming to the third day and the fourth day. Third day, it's give your face a recovering time. നമ്മൾ ഈ ഉപയോഗിച്ച 2 സാധനം മുഖത്തിന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മോയ്സ്ചറൈസർ ആൻഡ് കിടന്നുറങ്ങുക. തേർഡ് ഡേയും ജസ്റ്റ് മോയ്സ്ചറൈസർ, കിടന്നുറങ്ങുക. ഈ തേർഡ് ഡേയും ഫോർത്ത് ഡേയും നമ്മൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ സെറം യൂസ് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത പോലെ തന്നെ തേർഡ് ഡേയും ഫോർത്ത് ഡേയും മോയ്സ്ചറൈസർ മാത്രം ചെയ്ത് വേണമെങ്കിൽ നമുക്ക് തേർഡ് ഡേയും ഫോർത്ത് ഡേയും കംപ്ലീറ്റ് ചെയ്യാം. ഇഫ് നോട്ട്, നമുക്ക് എന്തെങ്കിലും സെറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ഫോർ ആൻ ഹൈലറോണിക് ആസിഡ്. ഇങ്ങനെയാണ് നമ്മളൊരു സൈക്ലിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ദ നെക്സ്റ്റ് ഡേ വിച്ച് ഈസ് ദ ഫിഫ്ത്ത് ഡേ, വാട്ട് വിൽ യു ഡു ഫോർ ദ ഫിഫ്ത്ത് ഡേ? ഫിഫ്ത്ത് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, യു വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, എക്സ്ഫോളിയേറ്റിംഗ്. ഇനി എക്സ്ഫോളിയേഷന് എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം നമുക്കൊരു നിയസിനമൈഡ് സെറം യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ സി എല്ലാവർക്കും പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻ. ഇതൊക്കെയാണ് നമുക്ക് സ്കിൻ സൈക്ലിങ്ങിനെ പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട്, എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയത്. ഫോർ ദ ബിഗിനേഴ്സ് എക്സ്പെഷ്യലി കോൺസെൻട്രേഷൻ, ഈ സെറങ്ങളുടെ എല്ലാം കോൺസെൻട്രേഷൻ ഫ്രം ദ ബേസ് യു ഷുഡ് സ്റ്റാർട്ട്.